വന്നു. അല്ലാതെ വൈലൻ്റായി. പോലീസിനെ അടിച്ചു, അവിടെയുള്ള ആളുകൾ അടിച്ചു. ഒരു പിരാന്ത് ഉള്ള ആൾ എന്തൊക്കെ കാണിക്കും അതൊക്കെ കാണിച്ചു. നമ്മളിവിടെ വന്നു. അൽഹംദുലില്ലാ നമ്മളൊന്ന് മന്ത്രിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു, ഞാൻ പഠിച്ചോനെ നബിയെ ഞാൻ ഒരു ഉംറക്ക് കൊണ്ടുവന്നതാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് അടുത്ത പേരക്കുട്ടിയാണ്, ഒരു വിഷമം പെൺകുട്ടിയെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ മന്ത്രിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാവല് തന്നു. ഇന്ന് വരെ പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അതൊന്നും നമ്മളെ കറാമത്തല്ല. ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പച്ച കുബ്ബയുണ്ടല്ലോ, ആ ഉപ്പാപ്പയുടെ കറാമത്താണ്. റസൂലുള്ളാഹി തങ്ങള് കറാമത്താണ്. എനിക്കറിയാം, എൻ്റെ വല്യപ്പ വളരെ വിഷമത്തിലായിരുന്നു. 4 വട്ടം 5 വട്ടം ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ ആ സഹോദരിയെ. 4 വട്ടം ആശുപത്രി, 2, 3 ഉറക്കവിളിയെ കൊടുത്തിരുന്നപ്പോൾ കുട്ടി ഉറങ്ങിയിരുന്നില്ല. അത്രയ്ക്കും വലിയ പ്രശ്നമായിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്തുൽ ഫാത്തിഹന്റെ ബറക്കത്ത് കൊണ്ട് ഖാലിഖായ പടച്ച റബ്ബ് ഒന്ന് മന്ത്രിച്ചപ്പോഴത്തേക്ക് എന്തായി, ആ സഹോദരിയുടെ രോഗം അല്ലാഹു ശിഫായി കൊടുത്തു. ഇനി ആ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വലിയ വിഷമത്തില്, ചെറിയ പ്രയാസമല്ല, വലിയ പ്രയാസത്തിൽ. അതൊന്നും നമ്മളെ കറാമത്തല്ല. അള്ളാഹു എന്തോ ഒരു നിഅമത്ത് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ എല്ലാത്തിനും ഉദാഹരണം നമ്മളെ സ്വലാത്ത്. അൽഹംദുലില്ലാ എന്നെ പച്ചക്കുബ്ബന്റെ അടുത്തുള്ളത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കാണിച്ചു തരും. ഇൻഷാ അല്ലാഹ് നമ്മളെ സ്വലാത്ത് ഒന്ന് ആലോചിച്ചേക്കാണ്. മഴ അല്ലേ, വലിയ ശക്തമായ മഴ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, മഴ എന്തായി, നമ്മളെ സ്വലാത്ത് കഴിയുന്നത് ഒരു മഴ പെയ്തില്ല. പെയ്തോ? അതും ഈ ഉപ്പാപ്പയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ മഹത്വമാണ്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം ഉണ്ടായി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിൽ മൺമറഞ്ഞ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. ആ വെള്ളപ്പൊക്കം അത് നടന്നിട്ട് ഇനി വരുന്ന ഞായറാഴ്ച നമ്മളെ പരിപാടിച്ചാൽ ആൾക്കാരുണ്ടാവോ? ഉണ്ടാവൂല. അപ്പൊ എന്തോ ഒരു നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ആ പച്ച കുബ്ബ തൊട്ടടുത്ത് ഞാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് കാണിച്ചു തരികയാണ്. കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയണം, സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാൻ പോവാണ്. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റിക്കൊണ്ട് റബ്ബേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഈ മണ്ണിൽ വരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. കണ്ടോളിൻ, സലാം, എല്ലാവരും സലാം പറയണം ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മൾ പാപ്പാന്റെ പച്ചക്കുബ്ബ. ഇൻഷാ അല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇതിന്റെ ചോട്ടിലാണ് അള്ളാഹിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തു ഖീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളെ നൂറെ ഹബീബിന്റെ മുത്തുമണിലൂടെ വരാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് വിഷമമുള്ളവരുണ്ട് പഠിച്ചോനെ, എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹന്റെ ഇജാസത്ത് ഒന്നും പറഞ്ഞാൽ ചൊല്ലിത്തരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ Truth or dare? Dare.